ഇനി നമുക്ക് ഇതുവരെ പറഞ്ഞ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല എന്ന് പറഞ്ഞില്ലേ, അതും പിന്നെ ആ പ്രോപ്പർട്ടീസും മാത്രം വെച്ചിട്ട് കുറച്ച് സിമ്പിൾ ഇൻ്റഗ്രേഷൻ ചെയ്യാം ചാപ്റ്ററിൻ്റെ ആ ഒരു ട്രാക്കിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാനൊരു 10ഓളം ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. ഇത് ഓരോന്നും നമുക്ക് ചെയ്ത് നോക്കാം. ഇതെല്ലാം ചെയ്യാൻ അറിയുന്നവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം, എന്നിട്ട് ജസ്റ്റ് ആൻസേഴ്സ് മാത്രം വേണമെങ്കിൽ കണ്ടു പോവാം. ഓക്കെ, അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് കണ്ട് സമയം കളയേണ്ട ആവശ്യമില്ല. പക്ഷേ ബേസിക് ആയിട്ടുള്ളതാണ് ചെയ്യണത്. ഇതാദ്യം മനസ്സിലാക്കുക, വൃത്തിയായിട്ട് അറിയാത്തവർ. ആദ്യത്തെ ഇൻ്റഗ്രൽ 3x² dx ആണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് കോൺസ്റ്റൻറ്റ് വന്നിട്ടുണ്ട്, കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കുക, എന്നിട്ട് ബാക്കി x² മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇത് എക്സിൻ്റെ പവറായിട്ടല്ലേ, അപ്പോൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? പിന്നെ ഇൻ്റഗ്രലിൻ്റെ ചിഹ്നം വേണ്ട, ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ x² എന്ന് വന്നു കഴിഞ്ഞാൽ പവർ ഒന്ന് കൂട്ടുക ബൈ ആ നമ്പർ തന്നെ പ്ലസ് സി. സോ ഈ 3യും താഴത്തെ 3യും വെട്ടിപ്പോവും, x³ പ്ലസ് സി. അത് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അടുത്ത ഇൻ്റഗ്രൽ 4cos x dx. ഇവിടെ അത് കോൺസ്റ്റൻ്റ് ഉണ്ട് 4, പുറത്തേക്ക് എടുക്കാം, ബാക്കി cos x മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. 4 ഇരുന്നോട്ടെ അവിടെ. cos x ഇൻ്റഗ്രൽ എന്താ മാറിപ്പോയത്? മൈനസ് സൈൻ എക്സ് അല്ല, വെറും സൈൻ എക്സ് ആണ്. 4 sin x പ്ലസ് സി. ഓക്കെ, ആ ടേബിളിലുള്ളത് മൊത്തം കാണാതെ അറിയണം. ഇത് കാണുമ്പോൾ വെറുതെ ആവശ്യമില്ലാതെ കൺഫ്യൂഷൻ അടിച്ച് സ്റ്റക്കായി നിൽക്കാറുണ്ട്. ഒരാവശ്യമില്ല. ഇവിടെ 5 കോൺസ്റ്റൻ്റ് അല്ലേ, 5 പുറത്തേക്ക് എടുക്കാം. ബാക്കി എന്താ ഉണ്ടാവുക? 1/1 + x² ആണ് ഉണ്ടാവുക. കാരണം 5 × 1/1 + x² ആണ് 5/1 + x². 5 പുറത്തേക്ക് എടുത്തു. ഇതായിട്ട് അറിയണം, 1/1 + x² ഇൻ്റഗ്രൽ എന്താ? അതിൻ്റെ ഡെറിവേറ്റീവാണ് ആലോചിക്കുക. tan ഇൻവേഴ്സ് എക്സിൻ്റെയാണ്. അപ്പോൾ 5 × tan ഇൻവേഴ്സ് x പ്ലസ് ടേബിളിലുള്ളതെല്ലാം കാണാതെ അറിയണം, ആവർത്തിച്ച് പറയണം. ഇനി നമുക്ക് കുറേശ്ശെ കോംപ്ലിക്കേറ്റഡ് ആക്കി തുടങ്ങാം. ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 ഫംഗ്ഷനായിട്ട് വന്നു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യണം എന്നാണ്. ഇത് നിങ്ങൾ ഇതിൽ പ്രോ ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ട്രാക്കിലായിക്കഴിഞ്ഞാൽ ഇങ്ങനെ സെപ്പറേറ്റ് എഴുതണമെന്നൊന്നുമില്ല, ഡയറക്റ്റായി ചെയ്തു പോവാം. 4x³ dx, അതായത് രണ്ട് കഷ്ണമാക്കി. 3x² ചെയ്യാൻ 3 പുറത്തേക്ക് എടുത്തു, x² ഇൻ്റഗ്രൽ. ഇനിയൊക്കെ ഫാസ്റ്റായിട്ട് എഴുതാം. x² ഇൻ്റഗ്രൽ x³ 3, പവർ ഒന്ന് കൂട്ടി താഴെ ആ നമ്പർ തന്നെ എഴുതി, പ്ലസ് 4 പുറത്തേക്ക് എടുക്കാം, x³ ഇൻ്റഗ്രൽ പവർ ഒന്ന് കൂട്ടി താഴെ ആ നമ്പർ തന്നെ എഴുതി. അങ്ങനെ പറഞ്ഞ് ചെയ്താൽ മതി. 3 × x³ എന്ന് പറഞ്ഞാൽ 3യും 3യും കട്ട് ചെയ്ത് പോയി, x³ പ്ലസ് 4 × x⁴/4 എന്ന് പറഞ്ഞാൽ 4ഉം 4ഉം കട്ട് ചെയ്ത് കളഞ്ഞു, പ്ലസ് സി. ഇത്രയേ ഉള്ളൂ. അടുത്തത് അതേ 2 ഫംഗ്ഷനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണം. x⁻² dx ആദ്യം ചെയ്യണം, പ്ലസ് ഇൻ്റഗ്രൽ 1 dx ചെയ്യണം. x⁻² ആ ഫോർമുല തന്നെയാണ്, x⁻² പ്ലസ് 1ഉം താഴെ അതെ 2/3 പ്ലസ് 1. ഫ്രാക്ഷൻ വരുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണേ. 1ൻ്റെ ഇൻ്റഗ്രൽ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് സി. അത് മറക്കണ്ട, ഞാൻ എല്ലാത്തിലും കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഇടുന്നുണ്ട്. 1ൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് പെട്ടെന്ന് എഴുതാം. ഇതൊന്നും നമുക്ക് ചെയ്യാം, നമ്മൾ ഓൾറെഡി ചെയ്താണ്. 2/3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 5/3 ആണ് വരിക, താഴെ 5/3 പ്ലസ് എക്സ് പ്ലസ് സി. 5/3 തിരിച്ചിട്ട് കഴിഞ്ഞാൽ 3/5 x⁵5/3 പ്ലസ് എക്സ് പ്ലസ് സി. ഞാൻ എഴുതുന്നത് റീഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ശ്രദ്ധിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വേണ്ടവർക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ശ്രദ്ധിച്ചോ. ഇവിടെ 3 ഫംഗ്ഷൻ ഉണ്ട്. x⁵3/2, 2e⁻x -1/x. അപ്പോൾ 3 സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഞാൻ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. x⁵3/2ൻ്റെ ഇൻ്റഗ്രൽ പ്ലസ് 2e⁻xൻ്റെ ഇൻ്റഗ്രൽ മൈനസ് 1/xൻ്റെ ഇൻ്റഗ്രൽ. x⁵3/2ൻ്റെ ഇൻ്റഗ്രൽ കാണാൻ പവർ ഒന്ന് കൂട്ടുക ബൈ താഴെ അതേ പരിപാടി പവർ ഒന്ന് കൂട്ടിയ നമ്പർ. 2e⁻x ചെയ്യുമ്പോൾ 2 പുറത്തേക്ക് എടുക്കുക, e⁻xൻ്റെ ഇൻ്റഗ്രൽ e⁻x തന്നെ, മൈനസ് ആണ് ചിഹ്നം. 1/xൻ്റെ ഇൻ്റഗ്രൽ മറക്കണ്ട, ഇമ്പോർട്ടൻ്റ് ആണ്, ലോഗ് മോഡ് എക്സ് പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇവിടെ x⁵3/2 പ്ലസ് 1, 3/2 പ്ലസ് 1 നിങ്ങൾ ചെയ്ത് നോക്കിയോ ഫ്രാക്ഷനാണ്, അത് 5/2 ആണ് വരിക. അപ്പോൾ x⁵5/2 താഴെ 5/2 തലതിരിച്ചിടുമ്പോൾ 2/5. അപ്പോൾ 2/5 × x⁵5/2
പ്ലസ് 2e⁻x മൈനസ് ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ഇതാണ് ഇതിൻ്റെ ആൻസർ. അടുത്തത് ഇൻ്റഗ്രൽ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ്. ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പോൾ സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ പ്ലസ് കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം മൈനസ് കോസ് എക്സ് ആണ്. കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം വെറും സൈൻ എക്സ് ആണ്, പ്ലസ് സൈൻ എക്സ് ആണ്, പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. വേണമെങ്കിൽ ഇത് അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് എന്ന് എഴുതാൻ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനാണ് ഇത്. ഇത് കുറച്ച് നേരം ഒന്ന് ചിന്തിക്കാൻ വേണം, അല്ലെങ്കിൽ അബദ്ധങ്ങൾ ചെയ്തേക്കാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് തുടക്കത്തിൽ. ഇൻ്റഗ്രൽ കൊസീക് എക്സ് ഇൻറ്റു കൊസീക് എക്സ് പ്ലസ് കോട്ടെക്സ്. ഞാൻ ആദ്യം പറഞ്ഞു പ്രൊഡക്റ്റ് റൂൾ ഇല്ല, ഇവിടെ ഇൻറ്റു ഫോമാറ്റിലാണ് വരുന്നത്. അപ്പോൾ ഒരിക്കലും പ്രൊഡക്റ്റ് റൂളൊന്നും ആലോചിക്കുകയും ചെയ്യരുത്. പിന്നെ ഇതിൻ്റെ ഇൻ്റഗ്രൽ ഇൻറ്റു ഇതിൻ്റെ ഇൻ്റഗ്രൽ ആ വഴിക്കൊന്നും ആലോചിക്കരുത്. ഇത് ചെയ്യുന്നത് സിമ്പിളാണ്, ബ്രാക്കറ്റ് പൊളിക്കുക. കൊസീക് എക്സിൻ്റെ കൊസീക് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ കൊസീക്ക് സ്ക്വയർ എക്സ് പ്ലസ് കൊസീക് എക്സിൻ്റെ കോട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊസീക്ക് എക്സ് കോട്ടെക്സ്. ചിലവർക്കൊക്കെ പിടിയിട്ടുണ്ടാവും എങ്ങോട്ടാണ് പോകണമെന്നുള്ളത്. കാരണം ഇതിനും നമ്മൾ ഇൻ്റഗ്രൽ ആ ടേബിളിൽ പഠിച്ചു, ഇതും അതേ നമ്മൾ പഠിച്ചതാണ്. കാരണം അതൊക്കെ ഡെറിവേറ്റീവായി വരുന്നതാണ്. ഇൻ്റഗ്രൽ കോസീക് സ്ക്വയർ എക്സ്. ഇനി നമുക്ക് ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ കോസീക് എക്സ് കോട്ടെക്സ് ഡി എക്സ്. കോസീക് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് കോട്ടെക്സ് ആണ്. കോസീക് എക്സ് കോട്ടെക്സിൻ്റെ ഇൻ്റഗ്രൽ പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് കൊസീക് എക്സ് ആണ്, പ്ലസ് സി കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇത്രയുള്ള ചെയ്യാം. സിമ്പിളായിട്ട് 2 സ്റ്റെപ്പിൽ ആൻസർ കഴിയും. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മൾ ആ ടേബിളിൽ പഠിച്ചത് നിർബന്ധമായും വൃത്തിയായി പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അടുത്തതാണ് ഇത്. ഇവിടെ അത് വെറുതെ കൊണ്ട് അബദ്ധമൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. ദയവ് ചെയ്തിട്ട് ഇത് കോഷൻ റൂൾ ഒന്നും ചെയ്യരുത്. ചിലവർ ചെയ്യുന്നത് മേലത്തിൻ്റെ ഇൻ്റഗ്രൽ ബൈ താഴത്തിൻ്റെ ഇൻ്റഗ്രലൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. കോഷൻ റൂളും ഇല്ല, മറ്റേ പരിപാടി നടക്കില്ല. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യാം. ഇതിന് ഞാൻ 2 എണ്ണമാക്കി മാറ്റുകയാണ്. എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ഡി എക്സ്. അങ്ങനെ എഴുതാമല്ലോ. എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് തന്നെ, എക്സ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടേ, മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ഡി എക്സ്. 2 ഇൻ്റഗ്രലാക്കി മാറ്റാം. അതായത് ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ ഡി എക്സ്. എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം. ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. x⁻1 അല്ലേ, x⁻1. ദയവ് ചെയ്തിട്ട് എക്സിൻ്റെ ഇൻ്റഗ്രൽ 1 എന്ന് എഴുതി വെക്കരുത്, അത് ഡെറിവേറ്റീവ് ആണ്. x⁻1 ആകുമ്പോൾ പവർ 1 കൂട്ടി, താഴെ അതേ പവർ 1 കൂട്ടി, മൈനസ് ഇത് എക്സ് സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ x⁻2 അല്ലേ, അപ്പോൾ പവർ 1 കൂട്ടി, താഴെയും പവർ 1 കൂട്ടി, പ്ലസ് നമ്മുടെ ആ ഫോർമുല തന്നെ. ഇതൊക്കെ നമ്മൾ ആ മോഡലിൽ ചെയ്തു. ഇത് x²/2 മൈനസ് ഇത് x⁻2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ x⁻1 ബൈ -1 പ്ലസ് x²/2. ഈ മൈനസ് നേരത്തെ നമുക്ക് പ്ലസ് ആക്കിയിട്ട് എഴുതാം. x⁻1 1/x പ്ലസ് സി. ഇതാണ് ഫൈനൽ ആൻസർ ഏതിൻ്റെ, ഈ ക്വസ്റ്റ്യൻ്റെ. അടുത്തത് ഇതാണ് ഇൻ്റഗ്രൽ 1 - sin x ബൈ cos സ്ക്വയർ എക്സ് ഡി എക്സ്. ഇവിടെ അത് ദയവ് ഇത് കോഷൻ റൂളൊന്നും ഇല്ല, അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുക ചെയ്യുന്നത്. അതായത് 1 ബൈ cos സ്ക്വയർ എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഞാൻ 2 എണ്ണം ആക്കി എന്നിട്ട് സ്പ്ലിറ്റ് ചെയ്തു, ഒരു സ്റ്റെപ്പ് ലാഭിച്ചതാണ്. 1 ബൈ cos സ്ക്വയർ എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ സീക്ക് സ്ക്വയർ എക്സ് ആണ്. സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, കോസ് സ്ക്വയർ എക്സിന് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് എഴുതാം. അവിടെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താലേ ഉത്തരം കിട്ടുള്ളൂ. എന്നിട്ട് ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് അതുപോലെ തന്നെ എഴുതി. ഇതിൽ ഈ സൈൻ എക്സ് ബൈ കോസ് എക്സിനെ നമുക്ക് ടാൻ എക്സ് എന്ന് എഴുതാം. ഒരു 1 ബൈ കോസ് എക്സും കൂടെ ഉണ്ടാവില്ലേ, അതിന് നമുക്ക് സീക്ക് എക്സ് എന്ന് എഴുതാം. അതായത് സീക്ക് എക്സ് ടാൻ എക്സ്. ഇനി നിങ്ങൾ ബാക്കി കംപ്ലീറ്റ് ചെയ്യുക. ഫൈനൽ ആൻസർ ഇതാണ്.